ഇനി അടുത്തതെന്ന് പറയുന്നത് നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നോ പറയുക എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പോലും നോ പറഞ്ഞ് പഠിച്ചു തുടങ്ങണം നമ്മുടെ കുട്ടികൾ. നമ്മൾ കുഞ്ഞിലെ കുട്ടികളുടെ അടുത്ത് പറയും ഈ ഡ്രസ്സ് ഇട്, അതിപ്പോൾ അവർക്ക് കുത്തിക്കൊള്ളുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട് എന്ന് നമ്മൾ നിർബന്ധം പറയത്തില്ലേ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്. അവർക്ക് നോ പറയാനുള്ള സ്പേസ് ഉണ്ടാവണം. അവരുടെ ആ പറയുന്നത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ചില സമയത്ത് നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടേ പറ്റും, അതിപ്പോൾ കുത്തിക്കൊള്ളുന്നതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇട്ട് മോളെ ഇന്ന ഒരു പരിപാടിക്ക് മാത്രമായിട്ട് നീ ഇതിട്ടാൽ മതി, പിന്നെ ഇടണ്ട, ഞാൻ നിർബന്ധിക്കത്തില്ല, ബാക്കിയുള്ള സമയത്ത് നിനക്ക് ഇഷ്ടമുള്ള ഇടാം. ഡ്രസ്സിന്റെ കേസ് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫുഡിന്റെ കേസ് ആയാലും ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ചില പരിപാടിക്ക് ചേരുന്നതായാലും ഇപ്പൊ സ്കൂളിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇവരുടെ ടീച്ചേഴ്സ് പറയുമ്പോഴാണെങ്കിൽ പോലും ചിലത് അത് പിൻ പോയിന്റ് ചെയ്ത് എനിക്ക് പറയാനില്ല, പഠിത്തത്തിന്റെ കാര്യമൊന്നുമല്ല. ചില കാര്യങ്ങൾ നമുക്ക് ചില പരിപാടിക്ക് ചേരുന്നതായാലും ചേർക്കുന്നതായാലും ഒക്കെ അവിടെ ധൈര്യത്തോടെ നോ പറയാൻ പറ്റണം. അത് ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൽ ആയാലും ചില കാര്യങ്ങൾ ശരിയല്ല എന്നിവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന് ഡീൽ ചെയ്തോളാം എന്ന് പറയാൻ പറ്റണം. ആ ലെവലിൽ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ഇവരുടെ നോനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇവർ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പം ഒരു സമയം കഴിയുമ്പോൾ കുട്ടികൾക്ക് റൂമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ റൂമിലോട്ട് കയറുമ്പോൾ നമ്മളിത് നോക്ക് ചെയ്തിട്ട് കയറുക. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും നോക്ക് ചെയ്തിട്ട് കയറുക. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ അവർ നമ്മളെ തിരിച്ച് റെസ്പെക്ട് ചെയ്തോളും. അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ വൈകിട്ട് അവർക്ക് ഡിന്നർ വേണ്ട, അപ്പം പറയുവാണ് എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ഡിന്നർ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ചിലപ്പോൾ ഞാൻ ചാടും. അപ്പൊ ഞാൻ പറയും നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ നേരത്തെ പറയണം. അപ്പൊ ഞാൻ ഉണ്ടാക്കണ്ടല്ലോ, തീർന്നല്ലോ കാര്യം, എനിക്ക് അത്രയും സമാധാനം, അത്രേ ഉള്ളൂ. അല്ല നീ കഴിക്കണ്ട. അതുപോലെ നമ്മൾ എന്തെങ്കിലും നോ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിത് പറ്റത്തില്ല എന്ന് പറയണം, അതിനുള്ള റീസണും കൂടെ പറയണം. നമ്മളിപ്പോൾ അവരെ വഴക്ക് പറയുവാണെങ്കിൽ അതിനുള്ള റീസണും കൂടെ പറയണം. എന്തുകൊണ്ടാണ് ഞാനിത് വഴക്ക് പറഞ്ഞത്? വഴക്ക് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സോറി പറയാനും റെഡി ആയിരിക്കണം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് സംഭവമാണ്. അവർ തിരിച്ച് സോറി പറയും. എന്ന് വെച്ചാൽ എല്ലാത്തിനും ചാടിക്കൊണ്ട് പോയിട്ട് പിന്നെ സോറി പറയാന്നുള്ളതല്ല. അപ്പം ഒന്ന് ഇവർക്ക് ബൗണ്ടറീസ് ഉണ്ടായിരിക്കും, അത് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ അത് പുറത്തും അങ്ങനെ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. വീട്ടിൽ നിന്ന് ഹെൽപ്പ് ചെയ്താൽ അവർ പുറത്തത് സെറ്റ് ചെയ്യാൻ പഠിച്ചോളും. ഇപ്പോൾ ഉള്ള പല ആൾക്കാർക്കും, ഇപ്പം വലിയ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഈ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ റൂഡായി പോവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോ പറയാതെ എല്ലാ വള്ളിക്കെട്ടും തല വയ്ക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജനറേഷനിലുള്ള മിക്ക ആൾക്കാരും. അപ്പൊ അതിൽ നിന്നൊരു മോചനം ഈ കുട്ടികളെ കുഞ്ഞിലെ തന്നെ നോ പറയാൻ, അതിപ്പോൾ അമ്മയായാലും അച്ഛനായാലും റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്ന ഏതൊരു ഗണത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും, അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും താഴോട്ടുള്ള ആൾക്കാരാണെങ്കിലും നോ ആണ്. ബൗണ്ടറീസ് തന്നെയാണ്, അത് റെസ്പെക്ട് ചെയ്യപ്പെടണം. ഇല്ലാത്തടത്തുനിന്ന് അവർക്ക് മാറി നടക്കാനുള്ളൊരു സാഹചര്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അത് ആ ഒരു ഇമേജ് അവർക്കുണ്ടാവും. അപ്പൊ അതിൽ കുറഞ്ഞൊന്നും അവർ പുറത്തൊന്നും അവർ സ്വീകരിക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ഇവരുടെ കാര്യം ഇവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകരുത്. അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇഷ്യൂസ്, ഇവരുടെ ടീച്ചേഴ്സുമായിട്ടുള്ള ഇഷ്യൂസ്, അതൊക്കെ ഇവരോട് തന്നെ ഡീൽ ചെയ്യാൻ പറയണം. ഇപ്പം ചില ടീച്ചേഴ്സ് അവർ പറയുന്ന പോലെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അവര് ചില കുട്ടികളായിട്ടുള്ള പ്രശ്നങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ട് ടീച്ചർ വകവെക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിനോട് നേരിട്ട് പറഞ്ഞ് അതെങ്ങനെ പറയണം എന്നുള്ളത് നമുക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കാം. അത് ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ഈ ടോണിൽ പറയണം, ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹേർട്ട് ആവും എന്നൊക്കെയുള്ളത് നമുക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് പോയി നേരിട്ട് ഡീൽ ചെയ്യേണ്ടത് ഇവർ തന്നെയാണ്. പ്രിൻസിപ്പളിനെ കാണണമെങ്കിൽ അങ്ങനെ, ടീച്ചറിനെ കാണണമെങ്കിൽ അങ്ങനെ, ഫ്രണ്ട്സിനോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ. ഇപ്പം എൻ്റെ ഇളയാള് പറഞ്ഞത് അവളെ ബാഡ് വേർഡ്സ് വിളിക്കാറുണ്ട് അവളുടെ ഒരു ഫ്രണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീ അതിപ്പോൾ ഉടനെ ഞാൻ പോയിട്ട് ടീച്ചറിനോട് അതെ ഈ കൊച്ചി എൻ്റെ മോളെ ഇങ്ങനെ വിളിച്ചു അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെങ്കിലും നേരിട്ട് ഡീൽ ചെയ്യട്ടെ. അത് നീ എന്നെ ഈ വാക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാ, നീ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, ഇതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഡോണ്ട് കോൾ ഇറ്റ് അഗെയിൻ എന്ന് പറയാം. അന്ന് 1-2 തവണ പറയാം. അതിനുശേഷം നമ്മൾ ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ പയ്യാതെ അങ്ങ് ശല്യം അങ്ങ് പൊക്കോളും. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അല്ലാതെ ആദ്യമേ ഞാൻ പോയി ടീച്ചറിന് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നല്ല. ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ സോൾവ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. തീരെ ഒരു ഗതികെട്ട അവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ അപ്പനും അമ്മയും ഉറപ്പായിട്ടും വന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കും, അല്ലാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് അവർക്കുള്ളതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ, ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്തോളും. എന്ന് വെച്ചാൽ അവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണെന്നൊന്നും പറയുന്നില്ല. വന്നിരുന്ന് കരയും, ഈ പട്ടി മോങ്ങുന്ന പോലെ കരയും. അപ്പൊ അത് കാണുമ്പോഴും നമുക്ക് എന്താ ഈ കൊച്ചി ഇങ്ങനെ, ഇതൊന്ന് ഡീൽ ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെയൊക്കെ സമയത്ത് നമ്മൾ ഇതിനപ്പുറം ഉണ്ടാക്കിയേക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ അവരുടെ ആ കോൺഫിഡൻസ് അങ്ങ് പോകും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു തോന്നലാണ് അവർക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായത് അവർ കരയട്ടെ, കുറെ നേരം കരയട്ടെ, അവർ റിയലൈസ് ചെയ്യട്ടെ, അവർ തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്യട്ടെ. ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെന്നേ ഇല്ല. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മളത് ആ ഏരിയ അങ്ങോട്ട് വിട്ട് കളയുക എന്നൊക്കെ പറയേണ്ടത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനപ്പുറം ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ
ഇതൊക്കെ ഒരു മിനിയേച്ചർ ഫോം ആണ്. ഇതിന്റെ മേളോട്ട് വരുമ്പോൾ ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ടോ? അപ്പൊ ഈ ചെറിയ കോൺഫ്ലിക്റ്റിനൊക്കെ നമ്മൾ പോയിട്ട് പറയാനും അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടണ്ടെന്ന് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർ പോയി കിട്ടി തിരിച്ചു കൊടുത്ത് ഒക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. അതുപോലെ സംസാരിക്കാൻ പഠിക്കും. അതായത് നമുക്കിപ്പോൾ എത്ര പേർക്ക് പറ്റും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരാളോട് പോയിട്ട് എനിക്ക് സംസാരിക്കണം, എനിക്കിപ്പോൾ ഇങ്ങനെ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, എന്നെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഇനി അത് പറയരുത്. പറയാനുള്ള ധൈര്യം നമുക്ക് കുറവായിരിക്കും. പല ആൾക്കാർക്ക് അതില്ല. പല ആൾക്കാരും ഒന്നെങ്കിൽ അത് ചൂടാവുകയും അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയുകയൊക്കെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മനസ്സ് തുറന്നൊന്നും സംസാരിക്കാനുള്ള ധൈര്യമില്ല. നമുക്ക് സംസാരിക്കാനായിട്ട് ധൈര്യമല്ല, അങ്ങനൊരു ഇൻട്രാക്ഷൻ നമ്മൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യും. ശരിക്കും അങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷനിൽ തന്നെ പല കാര്യങ്ങളും സോൾവ് ആവുന്നുള്ളതാണ്. അതിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പല റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു തുറന്ന് പറയാനുള്ളതും അത് കേൾക്കാനുള്ളതുമായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് നമുക്ക് പിള്ളേരെ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എൻ്റെ ബലൂൺ എടുത്തുകൊണ്ട് പോയി, അത് നമുക്ക് പോയി സംസാരിക്കട്ടെ. ബലൂൺ കിട്ടുമോ തിരിച്ചു കിട്ടാതിരിക്കോ, പക്ഷെ നീ സംസാരിച്ച് നോക്ക്, തരുമോ നോക്ക്, ആ കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്ക്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അല്ല എനിക്ക് വിഷമമായി, എനിക്ക് കരയാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അത് ചോദിച്ചു നോക്കണം. ചോദിക്കാതെ അയ്യോ എനിക്ക് പേടിയാണ്, എനിക്ക് അവരോട് സംസാരിക്കാൻ, അവരുടെ മുഖം കണ്ട ഇങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോഴേ കുഞ്ഞിലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വലുതാകുമ്പോൾ അവർക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും.